ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പണപ്പെട്ടിയിൽ നിന്ന് ഒരു 100 രൂപ നോട്ട് കാണാതായാലോ? നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ തീർച്ചയായും അന്വേഷിക്കും, പരിശോധിക്കും. ഇനി കണ്ടുകിട്ടിയില്ലെങ്കിലോ? തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? നിങ്ങൾ എന്തു ചെയ്യും? ചിലപ്പോൾ ദേഷ്യം വരും, ദേഷ്യം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകാം. അല്ലെങ്കിൽ ഇനി ഒരു 100 രൂപ നോട്ടല്ലേ, അത് പോയാൽ അത്രയല്ലേ ഉള്ളൂ, പോട്ടെ എന്ന് കരുതി ലാഘവത്തോടെ ചിന്തിക്കുകയും ചെയ്യാം. എങ്കിൽ നിങ്ങളുടെ പണപ്പെട്ടിയിൽ നിന്ന് ദിവസേന എത്രയോ 100 രൂപ നോട്ടുകൾ അപ്രത്യക്ഷമാകുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചിലവുകളെ കുറിച്ചാണ്. ചിലവുകൾ കടന്നു വരുന്നു. അവ എവിടെ നിന്നൊക്കെയോ വരുന്നു. പറമ്പിൽ പുല്ല് മുളയ്ക്കുന്നത് പോലെ ചിലവുകൾ മുളച്ചുകൊണ്ടിരിക്കുന്നു. ചിലവുകൾ വരുന്നതിനനുസരിച്ച് 100 രൂപ നോട്ടുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. 100 രൂപ നോട്ട് മാത്രമല്ല, ഞാനൊരു മോഡലായിട്ട് ഒരു 100 രൂപ നോട്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. 500 രൂപ നോട്ടായാലും അല്ലെങ്കിൽ 100-ൽ താഴെയുള്ള നോട്ടുകളായാലും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇനി നിങ്ങളുടെ പണപ്പെട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം തന്നെ ആകണമെന്നില്ല. നിങ്ങൾ ഡിജിറ്റൽ ആയിട്ട് സൂക്ഷിച്ച പണമാകാം, അല്ലെങ്കിൽ ബാങ്കിൽ വെച്ച് ഇട്ടിരിക്കുന്ന പണമാകാം. എന്തായാലും 100 രൂപ നോട്ടുകൾ ദിവസേന ധാരാളം അപ്രത്യക്ഷമാകുന്നുണ്ട്. കാരണം ധാരാളം ചിലവുകൾ കടന്നു വരുന്നു. അങ്ങനെയെങ്കിൽ ദിവസേന ഒരു 100 രൂപ നോട്ടിന് വീതം ഒന്ന് ബോധപൂർവം അപ്രത്യക്ഷമാക്കിയാലോ? ഒരു മാന്ത്രികനെ പോലെ നിങ്ങളുടെ പണപ്പെട്ടിയിൽ നിന്ന് ദിവസേന ഓരോ 100 രൂപ നോട്ടുകൾ കാണാതാകുന്നു, അപ്രത്യക്ഷമാകുന്നു. ഞാനിങ്ങനെ അപ്രത്യക്ഷമാകുന്നു അല്ലെങ്കിൽ കാണാതാകുന്നു എന്ന് പറഞ്ഞാൽ നോട്ടുകളെ വെറുതെ കളയുക എന്നുള്ളതല്ല, നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ നോട്ടുകളെ നിങ്ങളുടെ ചിലവുകൾക്ക് കയ്യെത്താത്ത ദൂരത്ത്, ചിലവുകൾക്ക് കണ്ണെത്താത്ത ദൂരത്ത് നിങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓരോ ദിവസവും ഓരോ 100 രൂപ നോട്ടുകളെ നിങ്ങളിങ്ങനെ സൂക്ഷിക്കുകയാണ്. ചിലവുകൾക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ചിലവുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത്. അങ്ങനെയെങ്കിൽ ഒരു മാസം നിങ്ങൾ എത്ര രൂപ ഇങ്ങനെ മാറ്റിവെക്കും? ദിവസേന 100 രൂപ വെച്ച് മാറ്റിവെച്ചാൽ ഒരു മാസം 3000 രൂപയായില്ലേ? ഒരു വർഷമോ? ഒരു വർഷം 12×3 36 36,000 രൂപയായില്ലേ ഒരു വർഷം? ഇനി 10 വർഷം ഇങ്ങനെ പോയാലോ 3,60,000 രൂപയായില്ലേ? 20 വർഷമാണെങ്കിലോ 7,20,000 രൂപയായില്ലേ? ഇനി ഈ പണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിച്ചാലോ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺസ് കൂടുതലുണ്ടാകില്ലേ? ഇനി ഈ പണം നിങ്ങൾ ഒരു LIC പോളിസിയിൽ നിക്ഷേപിക്കുകയാണെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് സംരക്ഷണവും കൂടി ഉണ്ടാകും. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ആ പൈസ അടയ്ക്കുന്നു. അതിൻ്റെ മെച്യൂരിറ്റി അല്ലെങ്കിൽ അവസാനം കിട്ടേണ്ട ആ തുക ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്നു. പക്ഷേ ഇതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ബോധപൂർവം കുറച്ച് ശ്രമങ്ങൾ വേണ്ടി വരും. കാരണം പണം മിച്ചം വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടല്ല, വലിയ താല്പര്യമുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല ചിലവുകൾ അങ്ങനെ പുറത്ത് ഇഷ്ടംപോലെ കാത്തു നിൽക്കുന്നുമുണ്ട്. ചിലവാക്കാൻ എളുപ്പമാണ്, ചിലവാക്കൽ ഒരു സുഖവുമാണ്. ഇന്നിപ്പോൾ ചിലവാക്കലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കൂ, എന്തുമാത്രം സാധനങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് പണം ചിലവാക്കാനുള്ളതാണ്.
നിങ്ങളൊരു എക്സിബിഷൻ ഹാളിൽ പോയാൽ അവിടെയും ഇത് തന്നെ സ്ഥിതി. നിങ്ങളൊരു വസ്ത്രാലയത്തിൽ പ്രവേശിച്ചാൽ അവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഇവിടെ എവിടെയും ചെലവാക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അടിച്ചു പൊളിക്കുക എന്നുള്ള പ്രയോഗം വരുന്നത് പോലും ഈ ചെലവാക്കലിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമ്മൾ ബിൽഡിങ്ങുകളും മറ്റും അടിച്ചു തകർക്കുന്നതിനെ കുറിച്ചല്ല. അപ്പോൾ ഈ ചിലവാക്കലിൻ്റെ ഒരു ഒഴുക്കിന് എതിരെ നീന്തുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ചിലപ്പോൾ ചില ചിലവാക്കലുകൾ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരാം. ചിലപ്പോൾ അധികമായി കുടിക്കുന്ന ഒരു ചായ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു പരിപ്പ് വട, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു പപ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ത്യജിക്കേണ്ടതായിട്ട് വരാം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ അതൊരു വലിയ തുകയല്ലേ കിട്ടുന്നത്. 7,20,000 രൂപ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ തുകയല്ലല്ലോ. ഒരുപാട് 100 രൂപ നോട്ടുകൾ ചേർന്നാണല്ലോ 7,20,000 ഉണ്ടാകുന്നത്. ഒരു 100 രൂപ നോട്ടിന് ഒരുപക്ഷെ വലിയ വിലയുണ്ടാവില്ല. പക്ഷെ ഒരുപാട് 100 രൂപ നോട്ടുകൾ ചേർന്ന് അത് 7,20,000 രൂപയാകുമ്പോൾ, പിന്നെ അതിന് നിക്ഷേപ പദ്ധതികളുടെ റിട്ടേൺസും കൂടി കൂടുമ്പോൾ, അതിന് ഒരു LIC പോളിസിയുടെ ആനുകൂല്യങ്ങൾ കൂടി വർദ്ധിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയ തുകയാണ്. നിങ്ങളുടെ നിക്ഷേപത്തിന് ഒരു ഇൻഷുറൻസ് സംരക്ഷണം കൂടി വരുമ്പോൾ അതിനൊരു പുതിയ മാനം വരികയാണ്. കാരണം ദിവസേന 100 രൂപ അപ്രത്യക്ഷമാക്കുക എന്നുള്ള നിങ്ങളുടെ ജാലവിദ്യ നിങ്ങൾക്ക് ശേഷം ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നു. അതിൻ്റെ ആ റിട്ടേൺസ് ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ പരിപാടി? ഈ കാര്യത്തിലെങ്കിലും ഒരു ജാലവിദ്യക്കാരനായാൽ എങ്ങനെയുണ്ട്? നന്നാവുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.